ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് നാളത്തെ ആഗ്രഹമുള്ളൊരു സാധനം വാങ്ങിച്ചത് കാണിച്ചു തരികയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയൊക്കെ നൽകുന്നൊരു സംഭവമാണെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എനിക്കിപ്പോൾ അത്ര വലിയ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ല കേട്ടോ. ഞാനെല്ലാം ഗുരുവായൂരപ്പനിൽ അർപ്പിച്ച് അങ്ങനെ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരും നെഗറ്റീവ് എനർജികളൊന്നും ഇല്ല. എന്നാലും അത് നല്ലതാന്ന് പറയുന്നു. പറഞ്ഞുതരാം ബാ. അവന് അതറിയാണ്ട് വേണ്ട. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങളുണ്ടാലും മാത്രമേ ഉള്ളൂ. പിന്നെ അഞ്ചത്തിയാണ്. അഞ്ചത്തി അയ്യോനെ ക്യാമറ ഇങ്ങനെ വാ, നമ്മുടെ അടുത്തേക്ക് വാ, നേരെ ഓപ്പോസിറ്റ് വാ, ഇങ്ങോട്ട് വാ, നമ്മുടെ മടിയിലേക്ക് വാക്കണ്ണ, അങ്ങോട്ട് അച്ചോ. ഇന്നത്തെ പതുക്കടി കാല് വേദനിക്കും. അപ്പോൾ ഞാൻ ഇതാണ് കരിങ്ങാലിമാല വെള്ളിയിലാണ് സംഭവം. പറഞ്ഞുതരാം, ഇത് കാണിക്കട്ടെ. വെള്ളിയിലാണ് ഉണ്ടാക്കിയത്. ഇത് 1600 സംതിങ് രൂപയായി. ഇപ്പോഴാണ് കുറച്ചും കൂടി കൂടുന്നുണ്ട്. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് അത് ഞാൻ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല. കണ്ടോ, അത് കാരണം ഇതിങ്ങനെ ഇതായിട്ട് നിൽക്കുക. എനിക്കിത് ഇടണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മാലയുടെ ലോക്കറ്റ് ഉണ്ടല്ലോ ഗുരുവായൂരപ്പൻ്റെ, ഈ ഒരു ലോക്കറ്റ് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ നമ്മുടെ ഇതിൽ മയത്തിങ്ങനെ ശരീരത്തിലേക്ക് കിടക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ ലോക്കറ്റ് ഇതിലേക്ക് ഇടണം. അപ്പോൾ സ്വർണ്ണം വെള്ളിയിലേക്ക് ഇടാൻ പാടുമോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട് എനിക്ക്. ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, സ്വർണ്ണം വെള്ളിയിൽ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇടാനാണ്. അപ്പോൾ രണ്ട് കാര്യമാണ്, പോസിറ്റീവ് എനർജിയെക്കാട്ടിലൊക്കെ ഉപരി നമുക്ക് ഈ സ്വർണ്ണത്തിന് ഇങ്ങനെ തീ പിടിച്ച വിലയല്ലേ. അപ്പം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ധൈര്യമായിട്ട് പോവാം. ആരും വന്ന് പിന്നെ വന്ന് കഴുത്തിൽ കത്തി വയ്ക്കില്ല എന്നുള്ള ധൈര്യത്തിൽ പോകാമല്ലോ. അങ്ങനെ എന്ത് സ്വർണ്ണത്തിന് വില കൂടുന്നതാ? സ്വർണ്ണത്തിന് വില കൂടുന്നത് എന്താ വെച്ചാൽ അമ്മയ്ക്കറിയില്ല. അതൊക്കെ ആഗോള കാര്യങ്ങളാണ്. എന്താ വരാൻ പറ്റാത്ത? എങ്ങനെ നീ വരാറ് സാധാരണ? മറ്റോണ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. അവൻ അവൻ്റെതായ ഒരു എന്താ പറയുക മൂവ്മെൻ്റ് ഉണ്ട്. അതേപോലെ അവൻ എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. നിൽക്കട്ടെ. അയ്യോ എൻ്റെ ക്യാമറ, എൻ്റെ ഫോൺ ഫോൺ ബാ. ഈശ്വര കമോൺ. അയ്യോ ഇവിടെ മരുന്നിരിക്കുന്നു. എന്താ കുട്ടിയുള്ള കുട്ടി പോലെ ആവണല്ലോ. വേദനയ്ക്ക് പറ്റിയതാട്ടാ. വേദന കുറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ മരുന്നാണ് ഡോയ എന്നിട്ട് മരുന്ന്, നല്ല മരുന്നാണ് വേദന. പ്രമോഷനൊന്നല്ല കേട്ടോ. ഒരു മിനിറ്റ്, പ്രമോഷനൊന്നല്ലേ, ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മരുന്ന്. അതൊന്ന് കാണിച്ചു തന്നു മാത്രം. എന്താ നല്ലൊരു അമർത്ത, ശരീരം മൊത്തമായിട്ട് ഇങ്ങോട്ട് ഒരു അമർത്ത, അപ്പൊ വേദന മാറും. അല്ലേ, എല്ലാ വേദനയും മാറാനുള്ള കാര്യം കുട്ടി പറഞ്ഞു. വേദന ഒരു അമർത്ത നീ അമർത്തി തരുമോ? എനിക്ക് പറ്റില്ല ചെയ്തു തന്നെ. നല്ലൊരു അമർത്ത, അപ്പൊ വേദന ജീവിതത്തിൽ വരില്ല. അതാ ഞാൻ ജീവിതത്തോടുകൂടി പോവോ ആ അമർത്തല്ലേ? അയ്യോ അങ്ങനെ എനിക്കറിയില്ല. നമ്മള് പോവോ അന്തൊരിട്ടോ എന്തിനും എങ്ങനെയുണ്ട്? മാല ചേരുന്നുണ്ടോ? ഇതല്ല എന്തിൻ്റെ മാലയുണ്ട് തന്നെ. ആ രുദ്രാക്ഷ ഉണ്ട്. ഈ രുദ്രാക്ഷ ഉണ്ട്. പിന്നെ ഗുരുവായൂരപ്പുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഇവിടെ ഗുരുവായൂരപ്പുണ്ട്. എന്തിനും ഇത് വേണ്ട ഉരുണ്ടിട്ടമ്മ. ഇതില് രുദ്രാക്ഷ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് രുദ്രാക്ഷ നമ്മൾ ഇടുമ്പോൾ അത്രയും പവർഫുള്ളായിട്ടൊരു സംഭവമാണല്ലോ. അപ്പം നമ്മൾ നോൺ കഴിക്കാൻ പാടില്ല, അതേ ചിട്ടയിൽ ജീവിക്കണം എന്നൊക്കെ ഉണ്ട്. അതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഞങ്ങൾ തിരുവാതിര കളി കളിക്കാനായിട്ട് പെരുവാനത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നാണ് എല്ലാവർക്കും ഇങ്ങനെ രുദ്രാക്ഷം ഒരു പാക്കറ്റായിട്ട് തരുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ തരുന്നുണ്ടായിരുന്നു. അവർക്ക് എത്ര വേണമെങ്കിൽ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവർ പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല, എപ്പോൾ വേണമെങ്കിൽ ഇടാം, സ്ത്രീകൾക്കായാലും എപ്പോൾ വേണമെങ്കിലും ഇടാം, അതൊന്നും ഇഷ്യമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഇട്ടില്ല കേട്ടോ, എനിക്ക് ധൈര്യമില്ല. ഭഗവാന്റെ അടുത്ത് കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ മോനിട്ട് കൊടുത്തു. ചെക്കൻ്റെ ഇടയിൽ കൂടെ കളിക്കാൻ നിൽക്കുക. ഇക്കിളിക്കിളി ഞാൻ നിന്നെ നിൽക്കിളി ഇക്കിളിക്കിളിയാക്കട്ടെ ഇടയ്ക്കിടയ്ക്കുണ്ട് ഒരു ഇക്കിളിക്കിളി. അപ്പോൾ ഈ മാല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഇത് ഞാൻ വാങ്ങിയത് മലബാർ ഗോൾഡിൽ നിന്നാണ്, തൃശ്ശൂർ മലബാർ ഗോൾഡിൽ നിന്നാണ് വാങ്ങിയത്. അവർ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. മീൻസ് ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അത്. അപ്പോൾ അവരെനിക്ക് ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി എന്താണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരത്തെയൊക്കെ പറഞ്ഞു ഒന്നുകൂടി മുത്ത് ചെറുതാവായിരുന്നു. പക്ഷെ ഇതിനും ചെറിയ മുത്ത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഈ ലോക്കറ്റ് ഇതിലിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലോക്കറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ ഇതായിരിക്കുന്നത്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടുള്ള മാലയാണ് കാണിച്ചു. മുത്തൊക്കെ ഉണ്ടാവൂലേ?
ഇതാണ് മുത്ത് കരിങ്ങാലി. കുഴപ്പമില്ലല്ലോ, ഭംഗിയുണ്ടാ? ഒരു സന്യാസി ലുക്ക് വരുന്നുണ്ട്. ആത്മീയത, എനിക്കിഷ്ടം ആത്മീയത. പക്ഷേ നമ്മുടെ കർത്തവ്യങ്ങൾ മറന്നിട്ട് ആത്മീയതയിലേക്ക് പോകാൻ ഇഷ്ടമല്ല. നമ്മുടെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു ആത്മീയത, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നത്തെയും പോലെ തന്നെ അഞ്ച് നോട്ട്സ് ഉണ്ടാക്കാറായി. മാത്രമല്ല, ശരിക്കും നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേ ഫാനിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് വരണം, ഫാൻ ഓഫ് ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും വേർത്ത് ഇങ്ങനെ ഒഴുകാണ്, മൊത്തം വേർത്ത് ഒഴുകുക. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് വീഡിയോ കുറച്ച് ലോങ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. വേഗം ഓഫ് ചെയ്യാൻ തോന്നുന്നു. ഒരു സംശയം ചോദിക്കട്ടെ? വേഗം പറയും. ഈ മഴ പെയ്യുമ്പോൾ പുറത്ത് തണുക്കനിയേ, അപ്പൊ ഈ മഴ ഉള്ളിൽ പെയ്യുണ്ടാവോ? അതുകൊണ്ടാവോ പുറത്ത് നമുക്ക് തണുപ്പ്? ഇങ്ങനെ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കൂടുതൽ ഇതിനുള്ള ഉത്തരം എൻ്റെ കയ്യില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഹായ് പറയും. ഹായ്.